എന്താ സുഹൃത്തെ, അപ്പൊ നിങ്ങളൊന്നും മലയാളം പറഞ്ഞാൽ തിരിയില്ല. നിങ്ങൾക്ക് ഇന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് ഏത് രീതിയിലാണ്? ഞാൻ നേരെ വിട്ടല്ലോ. വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ ഇതിലേക്ക് ക്ഷണിച്ചേ. എന്റെ ഇപ്പൊ നിങ്ങൾ അതിന് തയ്യാറല്ലേ? ഇപ്പൊ നിങ്ങൾ ഒട്ടമേശ, മറ്റേ തീരണ കസാല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമില്ല. ഞാൻ പറയാം, വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ഇന്നതി കൊടുന്ന് ആഡ് ചെയ്താണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കടന്ന് വരകണം എന്തിനാ? ഇപ്പൊ ആള് പിന്നെ മാറിയല്ലോ. എത്താണിപ്പത്? ഞാൻ നേരം പോലത്തെ ഇതുവരെ എത്ര ആൾക്കാരോടൊപ്പം ഇതൊക്കെ പറഞ്ഞത്. എന്തെങ്ങൾക്ക് ഇങ്ങനെ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇതിൽ ആഡ് ചെയ്ത് തന്നെ ഞാൻ അതിന് റെഡിയാന്ന് പറഞ്ഞാണ്ട് ആളെ കൊണ്ടുവരിന്ന് പറഞ്ഞപ്പം ആ റെഡി ഒരു മേശത്തോണ്ട് അവിടെ കുത്തർക്ക ചുറ്റോടും എന്ത് കാര്യപ്പത്തിരക്കല്ലേ? ഇതിനാണെങ്കിൽ നിങ്ങളുടെ ഒഴിവാക്കി എഴുതിയെന്ന് നിങ്ങൾ ആഡ് ചെയ്തല്ലേ? നിങ്ങളുടെ ഒഴിവാക്കി കളി. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാര്യം. ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്ത വിഷയം നിങ്ങൾക്ക് അറിയേ? നമ്മൾ ചർച്ച ചെയ്തോളി. എന്താണ് ഞങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത വിഷയമല്ലേ? അതല്ല ഞങ്ങൾ കറണ്ട് വിഷയം. മറ്റേ ഞങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നല്ലോ. നിങ്ങൾക്ക് മറ്റേ ചർച്ച ചെയ്യാൻ ബാധിച്ചില്ല. ചർച്ചകൾ ഗ്രൂപ്പിൽ കഴിഞ്ഞു. ഞാൻ വേണ്ടി പരസ്യ സംഭവമാണ്. അത് നമ്മളിപ്പോൾ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ പറയാം ശംസുൽ ഉലമക്കും കണ്ണിയത്തിനും എന്ത് പിഴച്ചു. അതുകൊണ്ട് പറയും. ഇതൊക്കെ എന്ത് ചീള് കേസല്ലേ? മറ്റേ റഹ്മത്തുള്ള കാസിമി പറഞ്ഞ മാതിരി ഇതൊക്കെ ചീള് കേസ്. ഇതിലൊക്കെ എന്ത് സംസാരിക്കാനാ? ഇതിൽ എന്ത് ഒതുങ്ങാനാ? ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മളെ പഴയ കാല പ്രാസംഗികന്മാരുടെ പ്രസംഗം എടുത്തു നോക്കി അതിനൊക്കെ കൃത്യമായിട്ട് എല്ലാത്തിനും മറുപടി ഉണ്ട്. അബൂ സഫീഹിന്റെ തന്നെ പഴയ കാല പ്രസംഗത്തിന്റെ CD ഉണ്ടാവും, എടുത്താണ്ട് ഒന്ന് കേട്ടു നോക്കാൻ പറയും. അതിലുണ്ട് ഇതിനൊക്കെ മറുപടി. ഇതല്ല നമ്മളെ ചർച്ച. നമ്മളെ ചർച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നവുമായി ബന്ധപ്പെട്ട്, അതുപോലെ നേരുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഉലമാ സമ്മേളനത്തിൽ നമ്മൾ അവതരിപ്പിച്ച നോട്ടുമായി ബന്ധപ്പെട്ട് കറാമത്ത് പറയാൻ പറ്റുമോ, പറയാൻ പറ്റൂല, ഏതൊക്കെ പറയാൻ പറ്റും, എവിടെയൊക്കെ പറയാൻ പറ്റും, അൽമിനുൽ കുബ്രയും അതുപോലെയുള്ള കിതാബുകൾ വെച്ച് ഒരു ചർച്ചക്ക് കാട്ടുവളപ്പിൽ നൗഷാദ് തയ്യാറുണ്ടോ? അല്ലെങ്കിൽ അൻവരി തയ്യാറുണ്ടോ? തൊഴിയൂർ കുഞ്ഞുമുഹമ്മദ് തയ്യാറുണ്ടോ? ആ ചർച്ചക്ക് തയ്യാറുണ്ടെങ്കിൽ വരട്ടെ. അല്ലാതെ ഈ ചീള് കീസിട്ട് ആര് സംസാരിക്കാനാ? ഒക്കെ ചവറ്റുകൊട്ടയിലേക്ക് എത്രയോ കാലം മുമ്പ് വലിച്ചെറിഞ്ഞല്ലേ. ഇത് സംസാരിച്ച് നടന്നിട്ട് ഇതിലൊരു ഒതുക്കം വേണം, ഈ രീതിയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് താക്കീത് ചെയ്ത് വിട്ടതല്ലേ കാട്ടുവളപ്പിൽ നൗഷാദിനെ? അതുകൊണ്ടല്ലേ പിന്നെ മറുകൊണ്ടം ചാടാൻ നോക്കിയത്? അങ്ങനെയല്ലേ ചാടാലി ഓഫീസ് പോയിട്ട് അവിടുത്തെ ആളുകളുടെ കയ്യും കാലം പിടിച്ചുകാണ്ട് ഒരു പ്രസംഗമൊക്കെ നടത്തി റിഹേഴ്സലാണ് എന്ന് പറഞ്ഞ്, എന്നിട്ട് പിന്നെ അതിനൊരു മറുപടി പ്രസംഗം ഓൻ പറഞ്ഞതിന് ഓൻ തന്നെ മറുപടി ഒക്കെ പറഞ്ഞ് ഇതൊക്കെ ഒപ്പിച്ച ഈ വിദ്വാനെ ഇനി ഈ വിഷയത്തിൽ എന്തോ ഒതുങ്ങി സംസാരിക്കാനാ? അതുകൊണ്ട് മർമ്മത്തിലേക്ക് വന്ന് ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ആൺകുട്ടികളെ വട്ടൂരികളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു വരട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുള്ള ആവേശപൂർവ്വം ഞങ്ങൾ നിങ്ങളെ സ്റ്റേജിൽ വരെ കത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒരു പേപ്പറിലൊക്കെ എഴുതി കൊടുത്തുകൊണ്ട് തന്നെ അത് ഏറ്റെടുത്തതാ. അത് നിങ്ങളാണ് എന്ത് ചെയ്യാൻ തയ്യാറാവാതെ ഞങ്ങളെ ആളുകളെ ആട്ടി ഓടിച്ചത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കിതാബിയായിട്ടുള്ള ചർച്ചയ്ക്ക് എന്നും എപ്പോഴും എവിടെയും തയ്യാറാണ് ഞങ്ങൾ പറഞ്ഞതാ. അതിന് ഞങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തയ്യാറായി വരിക വേണ്ടത്. കൊണ്ടോട്ടിയോ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം, ഓഡിറ്റോറിയത്തിൽ നിന്നോ. അതൊക്കെ ഒരു തരം അഞ്ഞാമിഞ്ഞ പറച്ചിലാണ്. ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇവിടെ നാടിയതാണല്ലോ. വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ആടിയത്. അപ്പോൾ ഞാൻ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ റെഡിയാണ്. ഞാൻ മുകളിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാണ്. മറ്റേ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആ വിഷയത്തിലെ ചർച്ച ചെയ്യുള്ളൂ. ഖലാസ്, ഓക്കെ, മാസലാം, ഞാൻ പോയിക്കോളാം. അതിന് ഞാനില്ല. കാരണം അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എത്തല്ലെങ്കിൽ അത്തരം ചീട് കേസ് ചർച്ച ചെയ്യണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറു മുബാറക്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നേരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിങ്ങളെ പ്രാസംഗികനായ നൗഷാദ് പറഞ്ഞിട്ടുണ്ട്, നേരിൽ കണ്ടു എന്ന് പറഞ്ഞ് അത്രയിൽ കട്ടിൽ മുഖ്യപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു, മുമ്പസിലാണ് എന്തൊക്കെ പറഞ്ഞ ആ വിഷയങ്ങളൊക്കെ വെച്ച് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് എത്ര മലക്കമർച്ചിൽ പറഞ്ഞു, അതൊക്കെ ഒന്ന് വെച്ച് ചർച്ച ചെയ്യാൻ. അതുപോലെ കറാമത്ത് ഏതെല്ലാം എവിടെയെല്ലാം എങ്ങനെയൊക്കെ അൽമിനൊക്കെ വെച്ചിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ റെഡി ഉണ്ടോ? ഇവിടെ ഞാൻ റെഡിയാണ്. അതല്ല നിങ്ങൾ ഇപ്പോഴും മറ്റേ ചേളാരിക്കാർ പണ്ട് ഒന്നായിട്ട് തെരുവാന്തരം നടന്ന് പറഞ്ഞ ആ പഴകി പൊളിച്ച വിഷയം ചർച്ച ചെയ്യാനാണോ നിങ്ങൾ റെഡി? നമ്മളതിന് വിട്ടില്ല. നിങ്ങൾ വേറെ ആളെ നോക്കിയോളൂ. അത് ശരി. ഈ പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക അടിത്തറയാണ് ഇപ്പൊ ചർച്ച ചെയ്യണത്. 10-12 കൊല്ലായില്ല ചങ്ങന്മാരെ നിങ്ങൾ ഇതിന്റെ അടിത്തറ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. അടിത്തറ നിങ്ങൾ അളക്കും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും തുടങ്ങിയിട്ട് ഈ കാലം വരെ അവിടെ ഒരു കല്ലിന്റെ ഒരു പൊട്ട് ഇളക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അടിത്തറ അത് ഒരുപാട് കൊമ്പന്മാര് നോക്കിയിട്ട് ഒരു ഇഞ്ച് പോലും ഇളക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് 4-3 ആൾക്കാർ കൂടിയിട്ട് ഇതിന്റെ അടിത്തറ ചർച്ച ചെയ്യണേ. ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ലാതെ ഓരോരുത്തർ പറയാൻ നമുക്ക് ഒഴിവില്ല. നിങ്ങളെ മാതിരി വേറെ പണിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. നമുക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഈ വോയിസിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കടന്നു വരി. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. അല്ലാതെ ഇതാണ് പിന്നെയും പറയും ഈ വിഷയം തന്നെ. അതിനൊക്കെ നിങ്ങൾ നോക്കിയാൽ അതിന്റെ പഴയ CD ഉണ്ടാവും. അതൊക്കെ പൊടി തട്ടിയാണ്ട് അതൊക്കെ ഉണ്ടാവും, മുമ്പേണ്ടാവും, ചോദിച്ചാൽ മതി. അതൊക്കെ പൊടി തട്ടിയാണ്ട് ആ പഴയ ഇതുണ്ടല്ലോ, എന്താ വീഡിയോ അതിലിട്ടാണ് കേട്ടോക്കണ്ടി. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ അതുണ്ടല്ലോ ആ പഴകി പൊളിച്ച വിഷയങ്ങളൊക്കെ അതൊക്കെ മറുപടി മുപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം എന്തിനാ ചർച്ച ചെയ്യണേ? മർമ്മപ്രധാനമായ വിഷയത്തിലേക്ക് വരി. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാം. എന്തൊക്കെ പേടി? നിങ്ങൾ വിഷയം കണ്ടാണ് നിങ്ങൾ നൗഷാദിനെ വിളിച്ചോളി, അല്ലെങ്കിൽ കുഞ്ഞാമിനെ വിളിച്ചോളി, അല്ലെങ്കിൽ അൻവരിസ്ഥാനെ വിളിച്ചോളി. നിങ്ങൾ കേട്ടണ്ട നമ്മൾ ആ വിഷയത്തിൽ ചർച്ച ചെയ്യാം. അല്ല നിങ്ങൾ ഈ വിഷയത്തിൽ ആ ചർച്ച ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്ക് വാശിണ്ടോ? അവർ വർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കാവില്ല. അതിന് ചർച്ച ചെയ്യാൻ നമ്മളില്ല. അതായത് ആവശ്യമില്ല. അതിന് നിങ്ങൾ നൗഷാദിന്റെ സീറ്റ് നിങ്ങൾ കേട്ടാൽ മതി. കലാസമൊക്കെ മനസ്സിലാൻ എടുക്കണ്ട. നിങ്ങൾ വിഷയം ചർച്ച ചെയ്യാനല്ലേ നമ്മളിവിടെ കാര്യങ്ങൾ. നിന്റെ ഉദ്ദേശം എന്താ അറിയോ? നിങ്ങളിങ്ങനെ പരസ്യമായിട്ടൊരു സംവാദത്തിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ നേതാക്കന്മാർ എത്തി തരുമെന്ന് ചോദിച്ചാൽ ഇവിടെ ചർച്ച ചെയ്യാൻ ആണത്തില്ലാത്ത നിങ്ങൾ എങ്ങനെ ചങ്ങന്മാരെ ഞങ്ങൾ പരസ്യമായിട്ട് സമ്പാദനം ഉണ്ട്. പരസ്യമായിട്ട് സമ്പാദനം ഉണ്ടെന്ന് എന്താണ് അവസ്ഥ? കാലം അതൊക്കെ എന്റെ ജാഹിലിയ്യ കാലത്ത് ഞാൻ പറഞ്ഞാണ്. അന്ന് സ്വീകരിക്കാനൊക്കെ തള്ളൂലേ, പിന്നെ നമ്മൾ വഴിയാവൂലേ? അപ്പൊ ആ ഭാഗം വളർത്താൻ കൂട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇവിടെ ചർച്ച ചെയ്യാം. എന്തിനാണ് പേടിച്ചേ?
നമ്മൾ ചർച്ച ചെയ്യാം. നിങ്ങളല്ലേ ഇതിലുള്ള കൂടുതൽ. ഞാൻ ഒരു ശരീരകാരി മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാ നമ്മൾ ചർച്ചയിലേക്ക് കേൾക്കാൻ നമുക്ക് 2-3 ആൾ കൂടിയാണ് ആടിയിട്ട് നമ്മൾ വിഷയമാണ് ചർച്ച ചെയ്യാം. എന്താ നിങ്ങൾ കാര്യം തീരുമാനമായ പോലെ എത്താ നിങ്ങൾ അങ്ങനെ വാശി പിടിച്ചല്ലേ അതേ വിഷയം തന്നെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ താല്പര്യം ആരെങ്കിലും ഇവരെ കൂട്ടി അതിൽ എനിക്ക് താല്പര്യമില്ല. അതേ സമയത്ത് ആശയപരമായി ആദർശപരമായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, മണ്ടത്തരങ്ങൾ, അതുമായി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാൻ അറിയാം. പഴയ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലുള്ള സമയത്തുള്ള കാര്യങ്ങൾ പറയണ്ട. ഇപ്പോൾ നൗഷാദ് പറയുന്ന വിഷയം നിങ്ങളെ നേതാക്കൾ പറയുന്ന പൊട്ടത്തരം പരസ്യ സംഭവത്തിന് റെഡി ഉണ്ടെങ്കിൽ റെഡി എന്ന് അറിയിക്കും. അതിന് ആണത്തുള്ള ആൺകുട്ടികൾ നിങ്ങളുടെ സംഘടനയിലുണ്ടോ? അതാണ് ചോദ്യം. അല്ല ഇപ്പം നൗഷാദ് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ, അത് ഇപ്പം പറഞ്ഞാൽ ഈ സമയം മുതലാണോ അതല്ല ഇന്നലെ മുതലാണോ എങ്ങനെയുള്ളത് തൈനാക്കാൻ നല്ലതാണ്. ഇനി ഈ ഗ്രൂപ്പ് ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ തൈനാക്കാതെ ചർച്ച ചെയ്തൊരു കാര്യമില്ല. കാരണം നിമിഷം നേരം കൊണ്ട് മുഴുവൻ പിൻവലിക്കാണ്. ഒറ്റയ്ക്കാണ് 10-12 കൊല്ലത്ത് ഒന്നായിട്ടാണ് തള്ളിയത്. ഒക്കെ ജാലത്തേനെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പൊ ജില്ലയിൽ ഇപ്പം എന്ന് പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പം എന്നുള്ളതിനും തൈനാക്കാൻ നല്ലതാണ്. നമ്മൾ ഗ്രൂപ്പ് ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ അത് തൈനാക്കണല്ലോ. അപ്പം തൈനാക്കി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വാക്യം പറയാം. മൂല്യരെ നിങ്ങളെ കൂടുതലുള്ള കാലം ജാഹിലിയ കാലം തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പേരോട് പറയുന്ന അബദ്ധങ്ങളും കേട്ടില്ലേ? റസൂലുള്ളാഹിന്റെ കോലത്തിൽ ശൈത്താൻ വരുന്ന നടക്കുമ്പോൾ ലാസ്റ്റ് പറഞ്ഞില്ലേ ഈ വിഷയം ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു, അതുകൊണ്ട് ജനസമക്ഷം പരസ്യമായ സംഭവത്തിനാണ് വിളിക്കുന്നത്. അജ്ജേ നാണക്കേട് എന്താ ഇതിനൊക്കെ പറയാം. എന്തിനാ ഒരു പെട്ടിക്കൂടിനായിട്ട് കുത്തർക്കണങ്ങൾ? വിഷയം ചർച്ച ചെയ്യാനല്ലേ ഞാൻ റെഡിയാണ്. വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ മുകളിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി. ചങ്ങന്മാരെ പരസ്യമായ സംവാദം അതാ ഞാൻ പറഞ്ഞത്. ആരോടാ പരസ്യമായിട്ട് സംവാദം നടത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അവിടെ തന്നെ ഞാൻ പറയുന്നത് ഇപ്പം എന്ന് പറയുന്നത് തൈൻ ചെയ്യണം. അതിന്റെ തൈൻ ചെയ്തിട്ടില്ല. ദോശാദിനെ സംബന്ധിച്ചിടത്തോളം ഓൻ പറഞ്ഞ മുഴുവൻ ജാലത്ത ഓൻ തന്നെ അറിയാം. അതോ ഏത് നിമിഷവും തള്ളും. പിന്നെ നമ്മൾ പരസ്യമായിട്ട് സംവാദത്തിന് ഒന്ന് തുറന്നിട്ട് ചോദ്യം ചോദിച്ചപ്പം അത് ഞാൻ ജാഹിയ കാലത്ത് പറഞ്ഞു അതിന്റെ ജാലത്തേനി അങ്ങനെ ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെറുതെ ഈ സമയം വെക്കട്ടാണ് അതിന് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ആകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ തള്ളിയാലും വലിയ പ്രശ്നം വരില്ല. കൂട്ടുകാരൻ ഇതിൽ ആഡ് ചെയ്തത് മറ്റേ ഷെഫീഖ് പറഞ്ഞിട്ടാണ്. എന്റെ ഷെഫീഖിന്റെ ഉദ്ദേശം എന്താ അറിയില്ല. പിന്നെ വേറെ ചർച്ച എനിക്കറിയില്ല. ഞാനിപ്പം ഇയാളെ ആഡ് ചെയ്തുകൊണ്ട് ഞാനിലൊരു കാര്യം കണ്ടു. ഇയാൾ ഈ വിഷയത്തിലൊക്കെ അപ്പം പ്രസ്ഥാനക്കായിട്ട് വലിയ ബന്ധം ചർച്ച ചെയ്തിട്ടേക്കുമല്ലോ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അതൊന്ന് പിന്നെ സ്വന്തം ആണെന്നറിയില്ല. അതുപോലെ പറഞ്ഞാൽ നന്ദി. നമുക്കിപ്പോൾ കിട്ടേണ്ടത് ഒരു ഔദ്യോഗിക വ്യക്തിയാണ്. അപ്പം നിങ്ങളൊരു ഔദ്യോഗികമായിട്ട് നമ്മൾ എഴുത്തുണ്ടാക്കി തന്നാൽ നിങ്ങളൊരു ഔദ്യോഗികമായിട്ട് നിങ്ങൾ സംഘടനയിലോടോ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് എന്നാലും മതില്ല, നടത്തുന്ന യൂണിറ്റ് കമ്മിറ്റിയാലും വേണ്ടില്ല, അത് സ്വീകരിച്ചാണ്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ നമ്മൾ എഴുത്തുണ്ടാക്കി തരാം. എന്താണ് കുഞ്ഞുമോനെ എങ്ങനെ ആയാലേ നമ്മൾ ഇവിടെ വിഷയം ചർച്ച ചെയ്യല്ലേ? ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വർത്താനില്ല. കാരണം ആരോടെ പുറത്തിറങ്ങി സംസാരിക്കണ്ടേ? നൗഷാദിനോടോ നിമിഷം നേരം കൊണ്ട് ഫുള്ള് ജാലത്താന്ന് പറഞ്ഞ ഓരോട് എങ്ങനെ നമ്മൾ പുറത്തിറങ്ങി സംസാരിക്കുക? അതോടെ നിൽക്കട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ പേരെ പെട്ടിക്കൂടുണ്ടല്ലോ, ഈ കൂട്ടിൽ വെച്ചാൽ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പറയുന്നത് ആളുകൾ കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാം. വിഷയം ഓരോന്നും തീരുമാനാക്കാലോ. ഇവിടെ ആൾക്കാർ കാണാല്ലെങ്കിൽ നമുക്ക് വീഡിയോ വിട്ടൂടെ? നിങ്ങൾ ആ സാഹിത്യ സോഫിയെ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ കുറെ പെട്ടിനാക്കി വിടലുണ്ടല്ലോ. അങ്ങനെ വിട്ടാൽ മതി. നമ്മൾ ചർച്ച ചെയ്യാം. എന്താ നിങ്ങളെ ഈ എപി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നാടായ നാട് വീണ്ടും പറഞ്ഞാൽ സംവാദത്തിനുണ്ടോ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് വെച്ച് ഭയങ്കര വെല്ലുവിളി നടത്തിയ ആൾക്കാരല്ലേ? അന്ന് മടിയിൽ ആദർശം ഉണ്ടെന്നുള്ള തോന്നലുണ്ടേനി. ഇപ്പം മടിയിലുള്ള മുഴുവൻ വഹാബിസാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഊക്കില്ല. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഉണ്ടാവില്ല ആമുഖത്തിൽ തന്നെ. ഇനി അതിന് ശേഷം ഇവിടെ വന്നിട്ട് അങ്ങനെ പോകേണ്ട, വിഷയസംബന്ധമായിട്ട് പരസ്യമായിട്ട് സംവാദം ചെയ്യാറുണ്ടെങ്കിൽ എന്നിട്ട് പറയില്ലേ ആ ഊക്കൊക്കെ എടുത്തുകൂടി ശരിയാക്കാം നമുക്ക്. അത് നടത്തേണ്ടതോട് ഞങ്ങൾ ഇപ്പോഴും റെഡിയാണ്. അതിലൊക്കെ റസലും ബസലും വേണം. ഇത് ഈ ഓരോ നിമിഷവും പറഞ്ഞ് മാറ്റി പറയുകയും തള്ളി പറയുകയും ജഹാലത്താണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളോട് എങ്ങനെ പറയാനാ? നമ്മൾ എങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്താ? വിഷയം വെച്ചാല് ആ വിഷയത്തിൽ സംസാരിക്കാം. അപ്പോൾ പറയില്ലേ അത് ജഹാലത്തേനി അത് നിങ്ങൾ ഒഴിവാക്കിയാളി എന്ന് പറഞ്ഞ് നമ്മൾ ആകെ വടിപിടിച്ചു. അത് തെറ്റിട്ടാണ്. നമ്മളിപ്പോഴും വഹാബിനായിട്ട് സംവാദത്തിന് നമ്മൾ റെഡിയാണ്. അതുപോലെ വേറെ ഏത് കള്ളത്തരീക്കത്തായിട്ട് സംവാദം നടത്താൻ ഞാൻ റെഡിയാണ്. പരസ്യമായി തന്നെ ഞാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾക്ക് അസലും ബസലുള്ള ആരെങ്കിലും വേണ്ടേ? ഈ വിഷയത്തിൽ ഒന്ന് ഒതുങ്ങി നിന്നാണ് പറയാനേ. ജഹാലത്തേനി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സമയം മുഴുവൻ മെനക്കെട്ട് കണ്ട് വലിയ സ്റ്റേജൊക്കെ കിട്ടിയാണ്ട് അവിടെ സംവാദത്തിന് ഒരുങ്ങി നിന്ന് ചോദ്യം കിടക്കണേ. അത് ജാലത്തിന് ചുറ്റാൻ പാടില്ല പറഞ്ഞാൽ പൊട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ആകുമ്പോൾ പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞോളി, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാം. ഞങ്ങളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് അറിയേ? ഇന്നപ്പോൾ ചർച്ച ചെയ്തോളി. എന്താണ് ഞങ്ങളിപ്പോ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത വിഷയമല്ലേ? അതല്ല ഇപ്പൊ ഞങ്ങൾ കറണ്ട് വിഷയം. മറ്റേ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ പോകുന്നല്ലോ. ഇന്നത്തെ മറ്റേ ചർച്ച ചെയ്യാൻ ബാധിച്ചിട്ടുണ്ട്. ആ ചർച്ചകൾ ഗ്രൂപ്പിലേക്ക് കഴിഞ്ഞു. ഞാൻ വേണ്ടിയത് പരസ്യ സംവാദമാണ്. അതിന് നമ്മളിപ്പോൾ റെഡിയാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ പറയാം ശംസുൽ ഉലമക്കും കണ്ണിയത്തിനും എന്ത് പിഴച്ചു? അതുകൊണ്ട് പറയും അത് പിഴച്ചത് ആ ബാഗ് ഇങ്ങനെ എടുത്തിട്ടുണ്ടോ നോക്കിയാൽ സംഗതി ബാലൻസ് ആയിക്കേ. അങ്ങനെ ചർച്ച ചെയ്ത് പോകാൻ പറ്റൂല. നിങ്ങളൊരു അൽജീരിയയിൽ നിന്ന് കിതാബ് കൊണ്ടുവരാണ്ട് മഹ്തൂത്ത് അത് മറന്നോ? അത് കിട്ടിയിട്ടില്ല, ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്ത് പോവുക. ആ വിഷയത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു മഹ്തൂത്ത് വരാണ്ടല്ലോ, അൽജീരിയയിൽ നിന്ന് വരുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞില്ലേ? അത് അങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റില്ല. അത് ശരി തീരുമാനമായിട്ടില്ല. നമുക്ക് തീരുമാനമാക്കാം. നമുക്ക് ഇവിടെ ഈ കൂട്ടം തന്നെ ആക്കാം. എന്റെ വീരുത്വം അല്ലെങ്കിൽ എന്റെ അറിവില്ലായ്മ ആയിക്കോട്ടെ, എന്റെ അറിവ് കേട് നിങ്ങൾക്ക് ഇവിടെ സ്ഥിരപ്പെടുത്താലോ? ചർച്ചക്ക് വരി. നമ്മൾ അറിവുണ്ടോ ഇല്ലേ എന്നത് നമുക്ക് ഇവിടെ പരിശോധിക്കാലോ? വരിങ്ങള് എന്തെങ്കിലും അതിന് വരാത്തെ? അല്ലെങ്കിൽ എന്റെ വീരുത്വം നിങ്ങൾ ഈ കടന്നൽ കൂട്ട് കൊണ്ടുവന്നാടല്ല എന്നാടിയത്? ഇതിൽ ഞാനും ഒരു ഷഫീഖ് സാഹിബ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടേതായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ചർച്ചയ്ക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമില്ലല്ലോ. വീരുത്ത് ആർക്കാന്നുള്ള ഇത് മനസ്സിലാക്കി കൂടെ? ആൺകുട്ടികളാണെങ്കിൽ വരി ചങ്ങന്മാരെ. ഞാൻ പറഞ്ഞ വിഷയത്തിൽ അതുപോലെ നസീഹത്തുൽ ഹബീബിന്റെ മഖ്തൂത്ത് അൽജീരിയയിൽ നിന്ന് വന്നതുമായി വരൂ, നമ്മൾ ചർച്ച ചെയ്യാം. എന്തെങ്കിലും അതിന് വരാത്തെ? നിങ്ങൾ കാര്യം ചെയ്യും, നമ്മൾ എല്ലാ ചെലവും ഞാൻ വഹിക്കാം. നിങ്ങൾ പൊതുവായിട്ടുള്ള ഒരു ചർച്ച നിങ്ങൾ തന്നെ വന്നോളി.
നൗഷാദിനെ നമുക്ക് തയ്യാറാക്കാം. അയാളെ കൊണ്ടുവരുന്നവർ ഞാനിട്ട് നിങ്ങൾ സ്റ്റേജ് അതിൻ്റെ ഹാള് അതിൻ്റെ വാടകയൊക്കെ ഞങ്ങൾ വഹിച്ചോളാം. ഞങ്ങൾ തന്നെ ഞാൻ തന്നെ വഹിച്ചോളാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എപ്പോൾ തയ്യാറെന്ന് വാ. എന്നാൽ പിന്നെ പൊതുജനങ്ങളെല്ലാം കാര്യം മനസ്സിലാക്കട്ടെ. നൗഷാദിൻ്റെ അടുത്ത് തെറ്റെങ്കിൽ അത് മനസ്സിലാക്കട്ടെ, നിങ്ങളുടെ അടുത്ത് തെറ്റെങ്കിൽ അത് മനസ്സിലാക്കട്ടെ. ഇപ്പോൾ ഡേറ്റ് അറിയിക്കും. ഓക്കെ, ഈ ചെറിയ ഗ്രൂപ്പിന് ചർച്ച ചെയ്തിട്ട് ആരറിയാനാ? അതല്ല, അതിപ്പോ വലിയ വർത്താനല്ല. സ്റ്റേജിന് മറ്റേ ഫുള്ളി ഞാട്ടുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. അതല്ലേ വിഷയം. നമുക്ക് സമയത്തിന് വരല്ലേ. നിങ്ങളെ മാതിരി നമ്മൾ വെറുതെ ഇങ്ങനെ പിന്നെ ഈ കസാലിയും ഏറ്റുപൊട്ടിയാണ് ഇങ്ങനെ കവരാന്തരം നടക്കുന്ന ആൾക്കാരല്ല. നമുക്ക് ദർശന്റെ കിതാബ് ഓതി കൊടുക്കണം. അതുപോലെ സംഘടനാപരമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, കുടുംബപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ സമയത്തിനാണ് വില. ആ വില നിങ്ങൾക്ക് നിശ്ചയിക്കാനും അത് തരാനും നിങ്ങളെ കൊണ്ട് കഴിയൂല. അതേസമയം സ്റ്റേജിന്റെ വിസ ഞാൻ തന്നെ കൊടുത്തുണ്ട്, അതൊന്നും പ്രശ്നമില്ല. മൈക്കിന്റെ വിസ ഞാൻ കൊടുത്തോണ്ട്, ഇനി നൗഷാദിന്റെ വണ്ടി എന്നിട്ടുള്ള വിസ ഞാൻ കൊടുത്തോണ്ട്. പക്ഷെ നമുക്ക് എന്താ ചെയ്യാന്ന് മൂപ്പര് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൂപ്പര് പറയണേ അത് ശരിയാവില്ല, അത് ജഹാലത്താണ്. ഞാൻ പറഞ്ഞു ജഹാലത്തിന് അത് ഇപ്പൊ ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വടിയായില്ലേ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ആകുമ്പോ വലിയ പ്രശ്നമില്ല. ഇത് വിചാരിച്ചിട്ടാണ്. അത് മോശമല്ല കേട്ടാ. ദീനിന് വേണ്ടിയല്ലേ നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത്? ഇത് ദീനിന് വേണ്ടിയിട്ടല്ലേ? ഇതെന്താ പ്രശ്നം? ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യാനാണ്. അതിനു വേണ്ടി സമയം ചെലവഴിക്കണോ? നമ്മളെല്ലാം റെഡി പറഞ്ഞല്ലോ. അതിനാണ് ഞാൻ ഇവിടെ റെഡിയാന്ന് പറഞ്ഞേ. ഇത് ദീൻ തന്നെയാണ്. ഇത് പറഞ്ഞാലും ആൾക്കാർ കേൾക്കും. നിങ്ങളാ മറ്റേ സാവിയത്ത് സൂഫിയ എന്തോ ഒരു മാഫിയ ഉണ്ടല്ലോ, അവിടെ വെച്ചാൽ നടത്തിയാണെങ്കിൽ പുറത്ത് കൂടുതലില്ലേ? അതുപോലെ കൂട്ടിയാണെങ്കിൽ എന്തെങ്കിലും ഇവിടെ അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഇത്ര പേടി. അതെന്തെങ്കിലും തയ്യാറാവാത്തത് നീ എത്ര ആരോഗ്യം മനസ്സിലാകാത്ത അതുകൊണ്ടാണ്. അതാണ് നിങ്ങളെ അവിടെ ചർച്ച ചെയ്താൽ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വിടണ്ടല്ലോ, അതേമാതിരി വിട്ടാൽ മതി. എന്നാലും ആൾക്കാർ കേൾക്കും. ദീൻ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത്, അതുകൊണ്ടാണ്. അതിലിപ്പോ ഈ സമയമൊക്കെ ചെലവഴിച്ചാൽ നമ്മൾ ഇതിൽ കുത്തക്കണേ. എന്തെല്ലാം വേറെ ഏർപ്പാടുകളുണ്ട്. എന്നിട്ടും ദീനിനെ വികലമാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കള്ളത്തരീക്കത്തുകാർക്കെതിരെ അല്പസമയമെങ്കിലും നമ്മൾ ചെലവഴിക്കാതെ റബ്ബിനോട് മറുപടി വേണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സമയം ചെലവഴിച്ച് ഇവിടെ കുത്തക്കണേ. അതാ ഞാൻ പറഞ്ഞേ. ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങൾ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരി, നമുക്ക് ചർച്ച ചെയ്യാം. ഇതിലല്ല ഉസ്താദേ, നിങ്ങൾ എന്തെന്നാ പറയുന്നത്? പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതാവുമ്പോ എല്ലാവരിലേക്കും എത്തി. ഇതെത്തൂല. ഇതത്ര ചുരുങ്ങിയത് 10, 100, 150 ആളിലേക്ക് മാത്രമേ എത്തൂ. അതിൽ ഇതിനുള്ളിലുള്ള നിങ്ങൾ പരസ്യമായിട്ട് വാ, നൗഷാദിനെ നമ്മൾ റെഡിയാക്കാം. അല്ലെങ്കിൽ അൻവരിന് ആരെയാ വേണ്ടി തൊഴിൽ പറഞ്ഞ അത് റെഡിയാക്കി തരാം, ആവശ്യമല്ല. നിങ്ങൾ പരസ്യമായി റെഡിയാക്കി. നിങ്ങൾ ദീനി ദേവത്താണ്, ദീനിന്റെ സുന്നത്തി ജമാഅത്തിന്റെ ആ ഒരു പുരോഗതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വാ. അല്ലെങ്കിൽ പിന്നെ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഇതിപ്പോ ഒരു പരസ്യം തന്നെയല്ലേ. ഇതിപ്പോ ഈ ഗ്രൂപ്പിൽ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോയി ഇപ്പൊ ഇതിലിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമൊക്കെ പിന്നെ ശരീരത്ത് തൊരീക്കത്ത് പറഞ്ഞ ഗ്രൂപ്പിന്റെ മെയിൻ ഗ്രൂപ്പിൽ ഇങ്ങനെ അതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിൽ ഞാൻ പറഞ്ഞ വോയിസുകളൊക്കെ അങ്ങനെ ഗ്രൂപ്പ് ആദ്യം ഇങ്ങനെ ചലിക്കും. അതുപോലെ നമുക്ക് വീഡിയോ ആക്കി എന്നൊക്കെ വിടാം. നിങ്ങൾ ബേജാറാവണ്ട. ആ കാര്യം ഞാനേറ്റ്. ഇത് പ്രചരിപ്പിക്കുന്ന വിഷയം ഞാനേറ്റ്. എന്നാ പറയാം, നിങ്ങൾ ബേജാറാവണ്ട. സകല ആളുകളിലേക്ക് ഞാൻ എത്തിച്ചോളാം. അത് നിങ്ങൾ ബേജാറാവണ്ട. ആളുകളിലേക്ക് എത്തിക്കോളൂ. നിങ്ങൾ ആ തരികയും വളവൊക്കെ ഒഴിവാക്കിയാലേ. നിങ്ങൾ ആൺകുട്ടികളുണ്ടെങ്കിൽ നേരത്തെ മുകളിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട് അത് നേര് കണ്ടു എന്ന് നൗഷാദ് പറയുന്നു. മൊയ്ജിദത്ത് നേരില്ലാതിരിക്കുക എന്നുള്ളത് അതൊരു മൊയ്ജിദത്താണ്. മൊയ്ജിദത്ത് എപ്പോഴും പ്രകടമായിക്കൊള്ളണം എന്നില്ല. അതിന്റെ അർത്ഥം നേര് എപ്പോഴും നേരില്ലാതിരിക്കുക എന്നുള്ളത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ പ്രസംഗിച്ചതാണ് നൗഷാദ്. അതുപോലെ കട്ടിയുള്ള അത്രമേ തട്ടിയപ്പോൾ നേര് കണ്ടു എന്ന് നൗഷാദാണ് പറഞ്ഞത്. അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് തീരുമാനമാക്കണം. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നാളെ കൊണ്ട് നിങ്ങൾ വെറുതെ സമയങ്ങളില്ലേ. നിങ്ങൾ ഇല്ലാമല്ലേ പിന്നെ ഞാൻ പോയിക്കോളാം. വെറുതെ എന്തിനാ വെറുതെ സമയങ്ങളിലെ? നിങ്ങൾക്ക് ഇതിന് സൗകര്യം ഇല്ലേ? എന്നാ പിന്നെ ഞാൻ പോയിക്കോളാം. വെറുതെ സമയം കളയാനില്ല. അതൊക്കെ ചർച്ച ചെയ്യാം ഹബീബെ. ജാഹിലിയ കാലവും ഊരിന്റെ നിങ്ങൾ സംവാദത്തിൽ എന്നിട്ട് ആദ്യം നമുക്ക് വ്യവസ്ഥകൾ റെഡിയാക്കാം. അപ്പോൾ ജാഹിലിയ കാലം നിങ്ങൾക്ക് ആടെ സംസാരിക്കാലോ. അതൊന്നൊരു വിഷയമല്ല. നിങ്ങൾ വരി. 106 ആളെ ഗ്രൂപ്പിലുള്ളതാണ് ഇയാൾ പറയുന്നത്. സിദ്ദീഖ് നിയാസ് 106 ആൾ പോരാ, നമുക്ക് ഫുൾ ആൾ കേൾപ്പിക്കണം. പരസ്യമായിട്ട് വാ. നിങ്ങൾ ഇത്ര പരസ്യമായിട്ട് വിളിച്ചിട്ട് വരാൻ മതി. പേടിച്ചെന്താ വെച്ചിട്ട് നമ്മളെ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ സോയിലാണ് ഒക്കെ ശരിയാവും. നിങ്ങൾ പോകാൻ മതി. നിങ്ങൾ ഈ മാസെല്ലാം പഠിച്ച് പോയല്ലേ. നമുക്ക് എപ്പോഴും നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. ഔദ്യോഗികമായിട്ടൊരു സംവാദത്തിന് കളം ഒരുക്കി തരുമെന്ന്. അപ്പോൾ ഇനി നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിൽക്കും. സംവാദത്തിന് കളം ഒരുക്കണ്ട. ഞാൻ തന്നെ റെഡിയാണ്. ഞാൻ ഔദ്യോഗികമാണ്. ഞാൻ തന്നെ റെഡിയാണ്. നിങ്ങൾ ഇവിടേക്ക് വരി. നിങ്ങൾ ആളെ കൊണ്ടുവരി. എന്താ നിങ്ങള്? ഞാനിതിനതല്ലേ ഈ ഇതുവരെ വോയിസുകളിലൊക്കെ പറഞ്ഞേ. ഔദ്യോഗികമായി തന്നെ ഞാൻ ഔദ്യോഗികത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. ഞാൻ സംഘടനയുടെ ഔദ്യോഗികത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. ഞാൻ റെഡിയാണ്. വേറെ ആരും കൊണ്ടുവന്ന് വേണം നമുക്ക്. അതുപോലെ ഇന്ന പോലത്തെ 2-3 ആൾക്കാർ ഓരോ ഉണ്ടാവും. നമ്മൾ ചർച്ച ചെയ്യാം. നിങ്ങൾ വരി. നിങ്ങൾ ആളെ കൊണ്ടുവരി. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. കിതാബ് വെച്ചാൽ ആയിക്കോട്ടെ. അൽജിരിയത്ത കിതാബ് അത് എന്തായാലും വേണം. പ്രത്യേകം എടുക്കാൻ മറക്കരുതെന്ന് പറയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ വിഷയമൊക്കെ വെച്ചാൽ ചർച്ച ചെയ്യാം. അതെ, നിങ്ങൾക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാകട്ടെ. നിങ്ങൾ സത്താഫി എന്താ ശരിയാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, പിന്നെ പരസ്യമായിട്ട് വരി, നമുക്ക് വിശാലാക്കാം. ഞാനും അതന്നെയല്ലോ ഉസ്താദെ പറഞ്ഞത്. നമ്മളിപ്പോ ഈ പറഞ്ഞൊക്കെ പരസ്യം തന്നെയാണ്. ഇപ്പൊ ഇതിലുള്ള ആളുകൾ മുഴുവൻ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10-200 ചില്ലാൻ ആൾക്കാരുണ്ട് തൊരീക്കത്ത് ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിലുള്ള പല ആളുകളും അത് അവരുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പൊ നമ്മളൊരു വ്യവസ്ഥാപിതമായ സംവാദമായിട്ട് നമ്മൾ ഇതിൽ നടത്തുമ്പോൾ ഈ ഉറപ്പല്ല ഇതെല്ലോടത്തും പോകുന്നുള്ളത്. നിങ്ങൾ എന്തിനാ അതിലേക്ക് ബേജാറാവണേ? ആ കാര്യം ഞാൻ എത്തുന്നത് എല്ലാവരിലേക്ക് എത്തിക്കുന്ന കാര്യമായിട്ട് നിങ്ങൾ ബേജാറാണ്. നിങ്ങളൊരു കാര്യം മാത്രം ഏറ്റാൽ മതി. നിങ്ങളതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകൾ നിങ്ങളൊന്ന് കൊണ്ടുവന്നാൽ മതി. നിങ്ങളുടെ ഗ്രൂപ്പാണല്ലോ. ഞാനിങ്ങനെ പറയുന്നത് ചേച്ചാൽ നിങ്ങൾ ബേജാറാവണ്ട. എന്റെ
ഗ്രൂപ്പ് അല്ല, നിങ്ങളെ ഗ്രൂപ്പാ. ഇതിപ്പം ഞാനും സാരി മാത്രമേ ഉള്ളൂ, വേറെ ആരും എത്തിയിട്ടില്ല. ബാക്കിയൊക്കെ നിങ്ങൾ ആൾക്കാർ തന്നെയാണ്. ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പേടിച്ചണ്ട. നിങ്ങൾ ഇതിൽ ആളുകളെ കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ അതിനൊരു പ്രൂഫ് ഇട്ടോളി. നിങ്ങൾ ഔദ്യോഗികമാണ്, നിങ്ങൾ ഏതാ യൂണിറ്റിന്റെ സെക്ടറിന്റെ അല്ലെങ്കിൽ മേഖലന്റെ ജില്ലാ മുസ്താവറിന്റെ അതിന്റെ ഔദ്യോഗിക വ്യക്തിയാണ്. ഞങ്ങളിങ്ങനെ കുരുവട്ടൂർക്കാരായിട്ട് സംവാദത്തിന് ഞങ്ങൾ നിയമിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണെന്നത് നിങ്ങൾ ഇട്ടോളി. ശരിയായിട്ട് നമുക്ക് അജ്ജേ നാണക്കേട് വല്ലാത്തൊരു കഷ്ടം തന്നെ നിങ്ങളെ കാലം. വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്താണ് സഹോദര ഇങ്ങക്കൊരു നമുക്ക് ലെറ്റർ ആയിട്ട് എന്താണ് കടലാസിന്റെ ഒരു എന്താ ഇതിനൊക്കെ പറയാ. ഞാൻ എന്റെ മലയാള പറഞ്ഞുകൊണ്ടപ്പോ ഞങ്ങളോട് ഈ സുന്നത്തേവാത്തിന്റെ വിഷയമല്ലേ, നിങ്ങൾ ഇങ്ങനെ ആദർശത്തിനെയും ആശയത്തെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും ഔലിയാക്കളെ പറ്റും സൂഫിയാക്കളെ പറ്റിയൊക്കെ നിങ്ങൾ വികരമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കണേ എന്റെ ഒരു ഔദാര്യം കൊണ്ടാണ്. ആളുകൾ ഇതിൽ പെട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ നിങ്ങള് ശിച്ചിപ്പറ്റോട് ജില്ലാ മുഷാവറിന്റെ ലെറ്റർ കൊടുത്തൊക്കെ ചോദിച്ചാൽ ഞാൻ തന്നോട് എന്താ ചോദിക്കുക? യൂണിറ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇല്ല, ഒന്നുമില്ല, ഒരു വസ്തുവില്ല, കടലാസിന്റെ ഒരു കഷ്ണം കൂടി കേൾക്കുന്നുണ്ടാവില്ല ഒരു ഔദ്യോഗികം എന്ന് പറയാൻ. അതൊക്കെ മാറ്റി വെക്ക്, നമ്മൾ വിഷയം ചർച്ച ചെയ്യാം. ഇവിടെ ജില്ലാ മുഷാവറും പിന്നെ ഇത് ഇപ്പോഴത്തെ നിൽക്കാപ്പ ആരല്ലേ? ജില്ലാ മുഷാവറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആരാ? അതൊക്കെ മനസ്സിലാകത്ത്. എന്താണ് ഒരു വിഷയത്തിലേക്ക് ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോ ഇപ്പൊ ജില്ലാ മുഷാവറിനൊക്കെ പോണേ. എന്താ ചെയ്യാ? എനിക്ക് പിന്നെ ചെറിയ വരാം. എന്താ ചെയ്യാ? വിഷയത്തിൽ ഒതുങ്ങി ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ആൺകുട്ടികൾ കുരുവട്ടൂരികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കമോൺ കടന്നു വരൂ. ഇൻഷാ അല്ലാഹ് ഞാൻ റെഡിയാണ്. ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാം. ഇപ്പൊ ലെറ്റർ വേർഡ്ക്ക് പോവുകയാണ്. എന്തെങ്കിലും ആരെ പേടിപ്പിക്കണത്? ഒരു ലെറ്റർ വേർഡും വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കണില്ല നിങ്ങൾക്ക് എത്ര എന്തായാലും ആസനം മസൂലില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞില്ലേ. പിന്നെ എന്താ ചോദിക്കാറ്? എനിക്ക് ചോദിക്കാറൊന്നുണ്ട്, പക്ഷെ ഞാൻ എന്റെ സംസ്കാരം വെച്ച് ഞാൻ ചോദിക്കണില്ല. അത് മനസ്സിലാക്കിയാൽ മതി. എന്നോട് ചോദിപ്പിക്കാനായി ഞാൻ ചോദിക്കും ചെയ്യും. നിങ്ങൾ സീരിയസ് ചെയ്യാൻ വേറെ വിഷയമാണ്, അപ്പൊ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ആ ഭാഗം ഞഞ്ഞാമിഞ്ഞൊന്നും പറയാതെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ ആധികാരികമായി കിതാബുകൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാം. അല്ലേ? വെറുതെ വർത്താൻ പറഞ്ഞാണ്ട് വെറുതെ സമയം കളയണ്ട. ഓക്കെ, ഔദാര്യമില്ലല്ലോ അത്. ആളുകൾ പെട്ടു പോകാതിരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞല്ലേ, നിർബന്ധമല്ലേ നിങ്ങൾ ദായിയാണെങ്കിൽ. അതെനിക്ക് എന്റെ ജനങ്ങളോട് പറഞ്ഞാൽ മതി. അത് ഇൻഷാ അല്ലാഹ് അല്ലാഹു തോഫീഖ് കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ അതിന്റെ മഹദായ ഫضലാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഈ കടന്നൽ കൂട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാകുന്നത് അത് എന്റെ മഹദായ ഫضൽ കൊണ്ടാണ്. അല്ലാതെ എന്റെ ദഅവത്ത് അത് എന്റെ ഫضൽ കൊണ്ടല്ല, അത് ഞാൻ നടത്തുന്നുണ്ട്. അത് അൽഹംദുലില്ലാഹ് അല്ലാഹു തോഫീഖ് കൊണ്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളോട് ഈ ഗ്രൂപ്പിൽ വന്ന് ഈ വിഷയവുമായി ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറായത് എന്റെ മഹദായ ഫضലാണ്. അതാണ് പറഞ്ഞത്. ഉള്ളിൽ കേട്ട് വിഷയം മനസ്സിലാക്കി സംസാരിക്കണം. അപ്പം പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളിപ്പോൾ ടെക്സ്റ്റും അതുപോലെ വീഡിയോ കൂട്ടി കളിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ പോട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ പഠിക്കണ്ടേ. ഞാൻ പറഞ്ഞ ഈ വിഷയം അവിടെ അടിയിൽ 2 മിനിറ്റിൽ വോയിസ് കൂട്ടല്ലോ, ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ റെഡിയാണ്. ഏതായാലും പിന്നെ വരാം. ഉസ്താദ് നിങ്ങൾ വോയിസുകൾ കുറേ നമ്മൾ ഇതിനകത്ത് കേട്ട് വളരെ മാന്യമായിട്ട് നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കിതാബ് വെച്ച് ചർച്ച ചെയ്യാന്ന് പറയുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ നേരിട്ട് നിങ്ങളോ നിങ്ങളെ പോയിട്ടുള്ള വലിയ ഉസ്താദുമാരോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ചെറിയ ഉസ്താദുമാരോ ബന്ധപ്പെട്ടിട്ട് 4 ആളുകൾ കൂടിയിട്ട് വട്ട മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ചർച്ച ചെയ്യാൻ റെഡിയുണ്ടോ? എന്താ നിങ്ങൾക്ക് പേടി? നിങ്ങൾ ഇതിന് മുകളിൽ പറഞ്ഞാൽ ദായിയാണ്, ജനങ്ങൾ നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറയാം. ആയിക്കോട്ടെ, ജനങ്ങൾ നന്നായിക്കോട്ടെ. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമേ കേൾക്കുള്ളൂ. നിങ്ങൾ പൊതുവായിട്ട് ഒരു പരിപാടി വെച്ച് അത് വീഡിയോ പിടിച്ച് അത് നമുക്ക് പുറത്ത് വിടാം. കിതാബ് വെച്ച് ചർച്ച ചെയ്യും. എന്താ സുഹൃത്തെ, അപ്പൊ നിങ്ങളൊന്നും മലയാളം പറഞ്ഞാൽ തിരിയില്ല. നിങ്ങൾക്ക് ഇന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് ഏത് രീതിയിലാണ്? ഞാൻ നേരെ വിട്ടല്ലോ. വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചേ. എന്റെ ഇപ്പൊ നിങ്ങൾ അതിന് തയ്യാറല്ലേ? ഇപ്പൊ നിങ്ങൾ ഒട്ടമേശ മറ്റേ തീരണ കസാല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം ചങ്ങാമാരെ? വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ഇന്നെ ഇതിൽ കൊടുന്ന് ആഡ് ചെയ്താണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കടന്ന് വരകണം എന്തിനാ? എന്താ ചെയ്യാ? ഇതാളിങ്ങനെ മാറണല്ലോ, ഓരോ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതല്ല വിഷയം. ഞാൻ മുകളിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ ഇവിടെ തയ്യാറുണ്ടോ എന്ന് എന്റെ ചോദ്യം. അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ എന്തെന്നറിയില്ലെങ്കിൽ കലാസ് നിങ്ങൾ ഒഴിവാക്കി കളി. എന്തിനാണ് തെറ്റപ്പെടുന്നത്? നിങ്ങൾക്ക് അതിന് കഴിയൂല എന്ന് നിങ്ങൾ പറഞ്ഞു ഒഴിവാക്കി കളി. ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ഇവിടെ വെച്ച് ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ വിഷയം പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ മാറി വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ വിഷയം ഒഴിവാക്കി സ്ഥാതെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രൂപ്പിൽ കിതാബ് വെച്ചിട്ട് ചർച്ച ചെയ്യാൻ നടക്കുന്ന സംഭവമല്ല. കിതാബുമായിട്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അള്ളാഹുവിന്റെ റസൂലിന് ഇടയ്ക്കിടയ്ക്ക് നേരുണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞതും മുത്തുനബിയുടെ മറ്റൊരു രൂപത്തിൽ പിശാചിന് പ്രത്യക്ഷപ്പെടാം എന്ന് പറഞ്ഞ വാദവും അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടികൾ തീയിട്ടാൽ കത്തുമെന്നും വീണാൽ കത്തില്ല എന്ന് പറഞ്ഞ വാദം, ഇതൊക്കെ വെച്ചിട്ട് കിതാബ് വെച്ചിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ റെഡിയുണ്ടോ? ഗ്രൂപ്പിലല്ല വേണ്ടത്, വാദപ്രതിവാദത്തിനാണ് ചോദിക്കുന്നത്, സംവാദത്തിനാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ ആൺകുട്ടുണ്ടെങ്കിൽ ഇറങ്ങിക്കൂടെ. നിങ്ങൾ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ പോലത്തെ വേറെ ആരെങ്കിലും ആയാൽ മതി. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഗ്രൂപ്പ് വന്ന് ചളവളെന്ന് പറഞ്ഞ കാര്യം കുറേ ചിരിച്ചിട്ടും കാര്യമില്ല. ഈ ചിരിയൊക്കെ വരുന്നത് എന്താ പറയുക? അവനാണ് എളിപ്പിയാനാകുമ്പോൾ ഈ ചിരി വരുന്നത്. ചിരിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് ചിരിക്കേണ്ട ആവശ്യം? മാന്യമായി സംസാരിക്കാമോ? അതായത് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആയിക്കോ. ഞങ്ങളാരും ചർച്ചയ്ക്ക് വരില്ല. അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ വരും. ആ രൂപത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ. അല്ലാതെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഞാൻ പരിപാടി നടക്കില്ല. എന്താ നിങ്ങൾ ഇങ്ങനെ പറയണേ? നമ്മൾ ഈ ഗ്രൂപ്പിൽ കൂടെ പറഞ്ഞില്ലേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് അത്തറിൽ മുക്കിയപ്പോൾ അതിനെ നേരിൽ കണ്ടു എന്ന് പറഞ്ഞ നൗഷാദ് മൗലവിയാണ്. അത് അനുഭവമാണ്. അനുഭവത്തെ തള്ളിക്കളയാൻ പറ്റില്ല. അതിന്റെ ജാഹിലിയ്യ കാലത്ത് പറഞ്ഞാൽ ഞാൻ ജഹാലത്ത് പറഞ്ഞു പറയാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കണ്ടതാ, അത് അനുഭവം. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾക്ക് നേരുണ്ടായിരുന്നോ? ചോദിക്കണം നൗഷാദ് മൗലവിനോട്. നിങ്ങൾ അത് ചോദിക്കാനാണ് ഞാൻ നൗഷാദ് മൗലവിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞേ. അതുപോലെ 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? കൊണ്ടുവരും. നിങ്ങൾ എന്തെങ്കിലും ഇത്ര പേടി? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടേ, പേടിച്ചതിന്റെ അവസരമില്ല, നിങ്ങൾ കൊണ്ടുപോയി. അതുപോലെ നേരില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോചിതത്താണ്. മോചിതത്തെ എപ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കണം എന്നില്ല. ഇതൊക്കെ നൗഷാദ് മൗലവി പറഞ്ഞാണ്. അതിന്റെ അർത്ഥം എന്താ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരില്ലാതിരിക്കുക എന്നുള്ള മോചിതത്തെ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ചിലപ്പോൾ നേരുണ്ടാവാം.
മോയിസാർ മൗലവി പറഞ്ഞതാണ്, ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ട്. നസീഹത്തുൽ ലബീബിന്റെ മഖ്തൂത്ത് അൽജരി എന്ന് വരാനുണ്ട്, അത് കാണിച്ചതാ എന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ കാണിച്ചിട്ടില്ല. അത് ചോദിക്കാണ്ട് നിങ്ങൾ ആളെ കൊണ്ടുവരും. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? എന്താ നിങ്ങൾ ആളെ കൊണ്ടുവരുന്ന കിതാബ് വെച്ച് ചർച്ച ചെയ്യാം. എല്ലാ കിതാബും ഇവിടെ റെഡിയാണ്. നിങ്ങൾ ചോദിച്ചോളി, ഞാൻ റെഡിയാ. മണിമണിയെ പറഞ്ഞുതരും. നിങ്ങൾ മോയിസാർ മൗലവിനെ കൊണ്ടുവരും. അതെല്ലാം പറയാൻ നിങ്ങൾ സ്ഥലം വൃത്തിയാക്കി നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ എഴുതി തയ്യാറാക്കിക്കോളി, നയസംബന്ധമായിട്ടും സ്വപ്നസംബന്ധമായിട്ടൊക്കെ. എന്നിട്ട് ഏതാണ് വേദി, എവിടെയാണ് സ്ഥലം നമ്മൾ നിശ്ചയിക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് പ്രസ്ഥാനത്തെ പ്രതികരിച്ചാൽ വരുന്നുള്ളത് നിങ്ങൾ പറയാം. ആയിക്കോട്ടെ, പ്രയാസമില്ല. നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ വാദങ്ങളും പ്രതിവാദങ്ങളും എന്താണെന്ന് വെച്ചാൽ ഇത് റെഡിയാക്കി എന്നിട്ട് വേദി ഉണ്ടാക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന്ന് പറയുന്നത്. അവിടെ വെച്ച് പറഞ്ഞോളി. നിങ്ങൾ ബാക്കി കാര്യമൊക്കെ അത്ര മുഖ്യതും അത്ര മുക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറഞ്ഞോളി. അല്ലാതെ നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് ചർച്ച ചെയ്തിട്ട് എവിടെ എത്തൂല, ആളുകൾക്ക് മനസ്സിലാവട്ടെ കാര്യങ്ങൾ. അതല്ല നമ്മൾ പറയുന്നത്. അല്ല, നിങ്ങൾ ഇപ്പോൾ വരണോ? ഞാനതാ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉറച്ചെന്ന് സംസാരിക്കണം. ഇതിനൊക്കെ മറുപടി മേലെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ജഹാലത്താണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളുന്ന ഒരാളോട് നമ്മൾ എങ്ങനെ പരിസരമാത്തിന് വേണ്ടി തയ്യാറായി ഒരുങ്ങി പിടിച്ച് കെട്ടി വെച്ച് വരിക? അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ മറുപടി മേലെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ആൾക്കാർ മറന്നോട്ടാണ് ഈ പ്രശ്നം. 5-ാമത്തെ ആൾ 6-ാമത്തെ ആൾ ചെയ്യുന്നത്, അതാണ് വലിയ പ്രശ്നം. നിങ്ങൾ ഒരാളൊറ്റയ്ക്ക് നിന്നാണ് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കുള്ളൂ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരാളൊറ്റയ്ക്ക് എന്ത് കുറേ ആൾക്കാർ ടെക്സ്റ്റ് ആയിട്ടും കുറേ ആൾക്കാർ പൂവായിട്ടും ലേക്കായിട്ടും നിങ്ങൾ 5-6 ആൾക്കാർ മാറി ഇങ്ങനെ പറഞ്ഞാൽ മേലെ പറഞ്ഞ നിങ്ങൾക്ക് സംഭവത്തിൽ ഓടുന്നില്ല. ഞാൻ മേലെ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു, ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക്കുമായി ബന്ധപ്പെട്ട്, നേരുമായി ബന്ധപ്പെട്ട്, സ്വപ്നവുമായി ബന്ധപ്പെട്ട്, അതുപോലെ അൽമിനൽ കുബറയുമായി ബന്ധപ്പെട്ട്, അൽ ബഹറുൽ മൗറൂദുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ ഉലമാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന നോട്ടുമായി ബന്ധപ്പെട്ട്, എന്തേ പറഞ്ഞേ ഉലമാ സമ്മേളനം 2-ാമത്തെ കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താ പോയിട്ടില്ലല്ലോ. അപ്പോൾ ആ നോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. വെറുതെ പറഞ്ഞു. ഇതേ ചോദ്യം തന്നെയാണ് എനിക്ക് ഇതാ സുനീറ തോന്നുട്ടോ. സുനീറാനോട് ചോദിച്ചാലേ ഉസറും പുള്ളി മാനവസാനുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ ഒറ്റങ്ങൾ നിങ്ങൾ ഈ കടന്നൽ കൂട്ടത്തിൽ വന്നിട്ടാണല്ലോ ഞാൻ ചോദിക്കണേ. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വിഷയ സംബന്ധമായി ചർച്ച ചെയ്യാൻ വരി എന്നിട്ട് ഒരു കുട്ടി എന്താ തയ്യാറാവാത്ത? നിങ്ങൾ 10-15 ആൾക്കാർ ഇങ്ങനെ തലങ്ങും വലങ്ങും ടെക്സ്റ്റ് ഇടാനും വോയിസ് ഇടാനും എന്ത് കാര്യം അതുകൊണ്ട് അയ്യേ വല്ലാത്ത ജാതി നാണക്കേട് നല്ലത് എന്തിനാ പറയാം. എല്ലാവരും ഇതൊന്നും വായിച്ചില്ല. അല്ലെങ്കിൽ ഗ്രൂപ്പ് തുറക്കുമ്പോഴേ അവിടെ കാണുന്നത് ഇതൊന്നും വായിച്ചിട്ട് നല്ലതാ. എന്താ ദീനി അപജയങ്ങൾക്ക് കാരണമാവുന്ന വിവാദങ്ങളിൽ സൂക്ഷ്മവും ആധികാരികവുമായ ഇടപെടലുകൾക്ക് അവസരമൊരുക്കുന്ന വാട്സപ്പ് കൂട്ടായ്മ. എന്ത് അവസരങ്ങൾ ഒരുക്കണേ? ഞാൻ അവസരങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ ഇടപെടുക. ദീനി അപജയങ്ങൾക്ക് കാരണമാകുന്ന വിവാദങ്ങൾ ഇവിടെ നിങ്ങൾ കുട്ടിവശിച്ച് കുറെ നടന്നിരുന്നു, കവലാന്തരം നിങ്ങൾ നടന്നിരുന്നു. അത്തരം വിവാദ വിഷയങ്ങളിൽ ആധികാരികമായ ഇടപെടലുകൾ നടത്താൻ ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് ചോദിക്കണേ. അതിനാണല്ലോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. എന്തേ വരാത്തത്? വരൂ സഹോദരന്മാരെ, പറ്റിയ ആളുകൾ കൊണ്ടുവരും സഹോദരന്മാരെ, നമുക്ക് ഈ വിഷയത്തിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഉസ്താദ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പിലാണ് സംഭവം. ഈ ഗ്രൂപ്പിലാകുമ്പോൾ കുറേ ആളുകളുണ്ടാവും ഇങ്ങനെ ലൈക്ക് അടിക്കാനും പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് ഇടാനും കുറേ ആളുകളുണ്ടാവും. നമ്മളിപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ഈ വാദങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരാണ് മുത്തനബിക്ക് കേൾക്കുന്ന നേരം. അപ്പോൾ അതിനെ പ്രതിരോധിച്ചിട്ടാണല്ലോ കിതാബിയമായിട്ട് ഹസൻ ഉസ്താദായാലും അൻവർ ഉസ്താദായാലും തൊഴിൽ ഉസ്താദായാലും സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് മാത്രം തീരുമാനമാണ് കേസില്ല. അപ്പോൾ അവരെ നിങ്ങളും അങ്ങനെ പേരോട് സക്കാഫിക്കാവാം, അതല്ലെങ്കിൽ ഈ മൂപ്പരെ പ്രതിനിധി നിങ്ങൾക്കൊക്കെ ആവാം. അത് കിതാബ് വെച്ചിട്ട് ജനങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇത് തീരേണ്ട വിഷയമോ അല്ലാതെ കാലക്കാലം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് കളിക്കാം. അത് ഗ്രൂപ്പിലും ചർച്ച ചെയ്ത് എവിടെ എത്തൂല. അതിൻ്റെ ഭാഗത്ത് അല്ല, അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളതൊന്നും ജനങ്ങളല്ലേ? തിരണ്ട് കേൾക്കട്ടോ. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടി കൊടുക്കാൻ അതിലുള്ള ജനങ്ങളല്ലേ? ഇവർക്കൊന്നും കേൾക്കണില്ല. ഞാൻ ഈ പറഞ്ഞവരൊന്നും കേൾക്കണില്ല. ഇത് ചങ്ങന്മാരെ ഞാൻ നേരത്തെ മേലെ പറഞ്ഞതിനൊക്കെ മറുപടി ഇത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവർക്ക് കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ സംവാദമായിട്ട് ഇതിന് നടത്താണെങ്കിൽ അത് വീഡിയോ ആയിട്ട് വിടാം, ഇങ്ങനെ വോയിസുകളായിട്ട് വിടാം. അതൊക്കെ നടക്കും. നിങ്ങൾ ആ വിഷയത്തിൽ ബേജാറാവണ്ട. ഞാൻ റെഡി. ഇതൊക്കെ ഞാൻ പ്രചരിപ്പിക്കും. നിങ്ങൾ ബേജാറാവണ്ട. പ്രചരിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചെയ്തോളും. നിങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ അല്ലമീൻ ഗ്രൂപ്പിന്റെ ലക്ഷ്യം നമ്മൾ വായിച്ചു. എന്താണ്? ദീനി അപജയങ്ങൾക്ക് കാരണമാകുന്ന വിവാദങ്ങളിലെ ആധികാരികമായ ഇടപെടൽ നടത്താൻ. എവിടെ നേരെ പോകുമ്പോൾ തൊട്ടിട്ട് ഞാനിത് ചോദിക്കാൻ വിഷയത്തിൽ ചർച്ച ചെയ്യണ്ടോ എന്നിട്ട് ഇതിലൊന്നും ഇല്ല. അതിന് എന്താണ് ഇടപെടൽ നടത്തുന്നത്? കാഷ്ടം തിന്നുന്ന ആളുകൾക്ക് കാഷ്ടത്തിനോടായിരിക്കും താല്പര്യം. അപ്പോൾ അവരങ്ങനെയൊക്കെ പറയും. അത് നമ്മൾ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ 14 ആൾക്കാർ ഇങ്ങനെ കുറേ ടെക്സ്റ്റ് മെസ്സേജ് വിട്ട് കുറേ മാറി വോയിസ് വിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ വിഷയത്തിൽ ഒതുങ്ങി ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ എന്തിനായി സമയം കളയുന്നത്? ഇതിന് കള്ളാൻ മുമ്പിൽ നമ്മൾ മറുപടി പറഞ്ഞു വരില്ലേ? ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഏതെങ്കിലും സാധുക്കളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഈ രീതിയിൽ വെറുതെ എത്ര സമയമായി ഇപ്പം ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു വിഷയം തീരുമാനമാക്കി അടുത്ത വിഷയത്തിലേക്ക് പോകേണ്ട നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നൗഷാദ് മൗലവി കണ്ട നേരം ഉണ്ടല്ലോ, കാട്ടിൽ അത്രല്ലാം മുക്കിയപ്പോൾ നേരാണ് കണ്ടു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ മുത്തസിം മുമ്പസിനൊക്കെ പറഞ്ഞ ആവശ്യമൊക്കെ തീരുമാനമാവേണ്ട സമയം കഴിഞ്ഞ് ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്താ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക? വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനമാക്കി നമുക്ക് ഇങ്ങനെ പോവാനേ. ആള് പിന്നെ മാറിയല്ലോ. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ ഇതൊക്കെ മറുപടി മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞ സുഹൃത്ത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇതുകൂടി കേട്ടാകുമ്പോൾ നമുക്ക് പിന്നെ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഞാൻ എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഒരുപാട് കബളിപ്പിക്കൽ നടത്തിയ അബൂ യസീദ് ഇസ്ലാമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് ചരിത്രം പറയുന്നിടത്ത് നിന്ന് ഖസദ റുഖ്സത ബിദാലിക എന്നത് കിതാബിൽ നിന്ന് കട്ടു. അതുപോലെ അബുൽ ഖൈർ തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രം പറയുന്നിടത്ത് നിന്ന് മഹാനവറുകൾ നിസ്കരിക്കില്ല, നിസ്കരിച്ച് നോക്കുമ്പോൾ ഫാത്തിഹ തന്നെ ഓതിയില്ല എന്ന് പറഞ്ഞിട്ട് ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ എന്നുള്ളടത്ത് മുസ്തവിയൻ എന്ന് കണ്ടിട്ട് ഫലം യഖ്റഇൽ ഫാത്തിഹ എന്ന് ഒറ്റട്ട് പറഞ്ഞാൽ അവിടെയും ആളുകളെ കബളിപ്പിക്കാൻ നോക്കി. മഹാനായ അബുൽ ഖൈർ തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിക്കലില്ല, നിസ്കരിച്ച് നോക്കുമ്പോൾ ഫാത്തിഹ ഓതിയില്ല എന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. ആ രീതിയിൽ കൊണ്ട് തുടങ്ങിയിട്ട് ഒരുപാട് തിരുമറികളും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ അത് ലോകത്തിന്റെ മുമ്പിൽ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നടത്തിയപ്പോഴാണ് ഇപ്പോഴാണ് ഇങ്ങോട്ട് ഒരു കുഞ്ഞിരായും കൊടുത്ത് കുടിക്കാണ്ട് വേഗം ചാടുക, പഴകി പിടിച്ച ആരോപണത്തിലേക്ക്. അവിടെയാണ് ഞാൻ പറഞ്ഞത് പോവാനായിട്ടില്ല. നസീഹത്തുൽ ലബീബിന്റെ മഖ്തൂത്ത് വരാനുണ്ട്. അൽജീരിയയിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞ് കത്തുക്കാണ്. അത് ഇതിലെ വന്നിട്ടുണ്ടോ ഇല്ലേ? അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇവിടെ പറയാം നമ്മൾ എന്താ ഈ ഗ്രൂപ്പിൽ ആ വിഷയം എന്ന് തുറന്ന് പറയാൻ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക് അത്രയും നോക്കിയപ്പോൾ നേരെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരില്ലാതിരിക്കാനുള്ള മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് അത് എപ്പോഴും പ്രകടമായിക്കൊള്ളണം എന്നില്ല. ഇതൊക്കെ പറഞ്ഞ നൗഷാദ് മൗലവിയാണ്. അപ്പോൾ മൂപ്പരോട് നമുക്ക് വിഷയങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ ഗ്രൂപ്പല്ലേ, നിങ്ങൾ ആളുകളല്ലേ ഉള്ളത്. ഞാൻ ഒരു ഷഫീഖ് സാദി മാത്രമല്ലേ ഉള്ളൂ പുറത്തുനിന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ സൗഹൃദപരമായിട്ട് തന്നെ ചർച്ച ചെയ്തൂടെ? ഇതാ ഞാൻ ചോദിക്കുന്നത്. ഇത് നിങ്ങൾ എന്തിനാ ഇതൊക്കെ എഴുതി കൂട്ടി? അല്ലെങ്കിൽ 14 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ ആവശ്യം കണ്ട അതിന് പറ്റുമെങ്കിൽ നിങ്ങൾ വേറെ റെഡിയാവുക. അതല്ലേ അതിന്റെ ഒരു മട്ടം.
ആള്